ഇന്ന് നാം ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. യൂതന്മാരുടെ രാജാവായ നസ്രയേൽക്കാരൻ ഈശോ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദൂഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും. വെളിപാട് 19:16. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ടിരുന്ന ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. സഹോദരങ്ങളെ, ഈ അവസരത്തിൽ പണ്ട് നാം നടത്തിയിരുന്ന റാലി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ജയ് ജയ് ക്രിസ്തുരാജൻ, ക്രിസ്തുരാജൻ ജയിക്കട്ടെ, ക്രിസ്തു നമ്മൾ വസിക്കട്ടെ, ക്രിസ്തു മക്കൾ ലസിക്കട്ടെ, ലസിച്ചിടട്ടെ.